ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിലെ ശ്രീ മന്നംപുരത്ത് കാവിലോട്ടാണ്. ഇതിവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയായി, നീലേശ്വരം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തും ആയി. നീല മഹർഷി തപസ് അനുഷ്ഠിച്ച ഒരു സ്ഥലമായിട്ടാണ് നീലേശ്വരം അറിയപ്പെടുന്നത്. എല്ലാ ദിവസവും ഇവിടെ ഒരുപാട് പേര് വരാറുണ്ട്. ഇവിടെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് പ്രധാന ദിവസം. കലശോത്സവത്തിനും പൂരോത്സവത്തിനും ആയിരക്കണക്ക് ജനങ്ങളാണ് ഇവിടെ വരുന്നത്. പിന്നെ ഞാനും ഫാമിലിയാണ് ഇങ്ങോട്ട് വന്നത്. അമ്മ അങ്ങോട്ട് ഉള്ളിലോട്ട് പോവുകയാണ്. നല്ല സ്ഥലമാണ്, നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല പീസായിട്ടുള്ള സ്ഥലമാണ്. നല്ല തണുപ്പ് ഉണ്ട് ഇവിടെ, നല്ല തണലാണ്, കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ചുറ്റിലും മരാണ് ഗായ്സ്. ഇവരൊക്കെ ഉണ്ട്, അമ്മ അച്ഛൻ എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ നടക്കുകയാണ്. ഇതെൻ്റെ അനിയത്തിയാണ്, അച്ഛൻ്റെ അനിയൻ്റെ മോള്. നമ്മൾ ഉള്ളിലോട്ട് എത്തി ഗായ്സ്. ഇവിടെ പുറത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇനി നിൽക്കുന്നുണ്ട്. നമ്മൾ പുറത്തിടാം. ഇവിടെ പുറത്താണ്. ഇവിടുന്നാണ് ഇത് കിട്ടുന്നത്, പ്രസാദം കിട്ടുന്നത് ലാസ്റ്റ്. പിന്നെ ഇതിലെ പോയിട്ട് അവിടെയാണ് ശരിക്കും ദൈവത്തിൻ്റെ അവിടെ അമ്പലം. അതിൻ്റെ അപ്പുറത്ത് കുറേ ഷോപ്പൊക്കെ ഉണ്ട് ഗായ്സ്. പിന്നെ ഇതിലെ കൂടെ അവിടെ കുറേ ആൾക്കാരൊക്കെ ഇരുന്നിട്ടുണ്ട് ഗായ്സ്. അവർ വെയിറ്റ് ചെയ്യാണ് അവിടെ ഇരുന്നിട്ട്. അവിടെ നല്ല ഉണ്ടായിരിക്കാൻ നല്ല തണുപ്പുണ്ട്, ചൂടില്ല ഗായ്സ് കൂടുതൽ. അങ്ങോട്ട് ഭയങ്കര ചൂടാണ് ഗായ്സ് ഇപ്പോൾ. അവിടെ നല്ല ഫാനെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ കൗണ്ടറാണ് ഗായ്സ്. എല്ലാ പൂജേൻ്റെയും ബോർഡൊക്കെ ഇട്ടിട്ടുണ്ട് ഗായ്സ്. ഇവിടെ ആടെയാണ് എന്ത് പൂജ വേണമെങ്കിൽ ആക്കാം. അവിടുത്തെ ഞാൻ ഇത് മുമ്പിലോട്ടാണ് ഗായ്സ്. ആടെയുള്ള കല്ലാണ് സത്യക്കല്ല് ഗായ്സ്. പണ്ട് പോലീസ് സ്റ്റേഷനോ കോടതിയോ ഇല്ലാത്ത കാലത്ത് സത്യം തെളിയിക്കാനുള്ള ഉപാധിയായിട്ടാണ് ആ കല്ലിനെ കാണുന്നത്. പിന്നെ നമ്മ എല്ലാവരും ചുറ്റിയിട്ട് ഇവിടെ വരികയാണ്. പിന്നെ അവിടെ ചുറ്റാൻ പാടില്ല. നമ്മൾ അവിടെ ചുറ്റാൻ പോകുമ്പോൾ അവിടെ ചുറ്റണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താ വടക്കേ ഭാഗത്ത് അങ്ങനെ പോവാൻ പാടില്ല, ഇവിടെ എന്തോ ഭയാനകമായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അവിടെ പോയിട്ടാണ്. പിന്നെ നമ്മൾ കിട്ടിയ അവിടെ സീറ്റൊക്കെ നോക്കിയിട്ട് അവിടെ ഒരു 2-3 ചെയർ ഉണ്ടായിരുന്നു, അവിടെ പോയിരുന്നു. പിന്നെ ഇവിടെ ഒരു ദേവീൻ്റെ ഒരു പ്രതിഷ്ഠയാണ്. പിന്നെ ഞാനും എൻ്റെ അനിയത്തി അവിടെ ഇരിക്കുകയാണ്, വെറുതെ ഇരിക്കുകയാണ്. അച്ഛമ്മ അവരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കൃത്യം 12:45 ആ ടൈമിനൊക്കെ പൂജ ആവാറുണ്ട്. പിന്നെ ഇവിടെ ഉച്ചഭക്ഷണം ഉണ്ട്. ഉച്ചഭക്ഷണത്തിന് ടോക്കണൊക്കെ എടുക്കണം. അങ്ങനെയാണ് കാര്യങ്ങൾ. വർഷത്തിൽ ഇവിടെ മന്നംപുരത്ത് കാവിൽ കളിയാട്ടം നടക്കാൻ ഇടവ മാസത്തിലാണ്. ഇത് ഇവിടുത്തെ ഓരോ തെയ്യങ്ങളാണ്. അടായിക്കാവിൽ കഴിഞ്ഞിട്ടാണ് ഇവിടെ മന്നംപുരത്ത് കാവിൽ കലശ മഹോത്സവം ഉണ്ടാവാറ്. പിന്നെ പുറത്ത് കുറേ ഷോപ്പൊക്കെ ഉണ്ട്. പിന്നെ പൂജാ ദ്രവ്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഹോട്ടൽ അതൊക്കെ ഉണ്ട്. പിന്നെ ഒരു ദേവസ്വം ഓഫീസും ഉണ്ട് ഗായ്സ്. വലിയ ചന്ത അല്ലെങ്കിലും നല്ല ചന്ത തന്നെയാണ്. അമ്മ നോക്കി. പിന്നെ ആദ്യം ഉള്ളിലോട്ട് വന്നു. ഇത് ദൈവമാണ് ഉള്ളിലോട്ട്.
പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമ്മ പ്രസാദം കിട്ടി. ഫസ്റ്റ് നമ്മ വന്നിട്ട് ആ ബാക്ക് അവിടെ നിന്നാണ് പ്രസാദം കിട്ടാറ്. ബാക്ക് ഭാഗമാണ് അവിടെ ക്ഷേത്രത്തിൻ്റെ. അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ ഇവിടെ കുറേ നേർച്ചയൊക്കെ നേരുമ്പോൾ ഇവിടെയാണ് നേരാറ്. പിന്നെ നമുക്കൊരു പൂജ ഉണ്ടായിരുന്നു, ശത്രു സംഹാര പൂജ. അതിന് പ്രസാദം ഇവിടെയാണ് കിട്ടാറ്. പിന്നെ അന്നദാന ഹോളാണ്, ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. പിന്നെ നമ്മൾ പോവുകയാണ് ഗായ്സ് തിരിച്ച്. പോകുമ്പോൾ വീഡിയോ എടുത്ത ഗായ്സ്. അങ്ങനെ എല്ലാവരും വരണം ഗായ്സ്. നല്ലൊരു വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. ഓക്കെ ഗായ്സ്, ഓക്കെ ബൈ.